ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശ്രുതിയെ കുറിച്ചിട്ട് നമ്മുടെ സച്ചിക്കും അതുപോലെ രേവതിക്കും എന്തൊക്കെയോ സംശയങ്ങൾ തുടങ്ങുന്നുണ്ട് കേട്ടോ. എന്തായാലും സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കുന്നതായിട്ടുള്ള രംഗങ്ങൾ വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തായാലും ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമൻറ്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. രവി നല്ല ഉറക്കമാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഒന്ന് എണീറ്റ് നോക്കുന്ന സമയത്ത് ചന്ദ്രമതി ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടേ. എന്താ ചന്ദ്രേ, നീ ഇങ്ങോട്ട് വാ എന്നുള്ള കാര്യം പറയുകയാണേ. നിനക്കെന്താ ഉറക്കൊന്നും ഇല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് ഉറങ്ങിയായിരുന്നു, പിന്നെ എന്ത് പറ്റി? പെട്ടെന്ന് എനിക്ക് ബാത്റൂമിൽ പോകണം എന്നുള്ള കാര്യം തോന്നിയെന്ന് പറയണേ. അതാ നിന്റെ അടുത്ത് പറയുന്നത്, കിടക്കുന്നതിന് മുമ്പ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണ്ട കിടക്കാൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ, ഞാൻ എല്ലാം ചെയ്തിട്ട് തന്നെയാണ് കിടന്നത്, പക്ഷേ ഇപ്പം ഇങ്ങനെ വരും എന്നുള്ള കാര്യം എനിക്ക് അറിയുമെന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അതുകൊണ്ടാണ് പറയുന്നത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ വെള്ളം കുടിക്കരുത് എന്നുള്ള കാര്യം എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരികയാണേ. നിങ്ങളെന്താ വൈദ്യം പറയാണോ? എനിക്കിപ്പോൾ അത്യാവശ്യം ആയിട്ട് പോയേ പറ്റുള്ളൂ, അങ്ങനെയാണെങ്കിൽ നീ പോയിട്ട് വാ എന്നുള്ള കാര്യം പറയുമ്പോൾ ഈ ഹാളിൽ എവിടെയാണ് ബാത്റൂം ഉള്ളത്? ബാത്റൂമൊക്കെ റൂമിലല്ലേ ഉള്ളത്? അന്നേ നിങ്ങളടുത്ത് ഞാൻ വീട് കിടന്ന സമയത്ത് പറഞ്ഞിരുന്നു ഹാളിൽ കോമൺ ആയിട്ടൊരു ബാത്റൂം വേണം എന്നുള്ള കാര്യം. അപ്പൊ നിങ്ങളത് കേട്ടില്ല എന്ന് പറയണേ. അന്ന് എഞ്ചിനീയർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിനക്കും അറിഞ്ഞൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഓ, ഇപ്പൊ അതിനെക്കുറിച്ച് പറയേണ്ട സമയമാണോ? അങ്ങനെയാണെങ്കിൽ നീ ശ്രീകാന്തിന്റെ മുറിയിൽ പോയിട്ട് തട്ടാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി നേരെ ചെന്നിട്ട് ശ്രീകാന്ത്, വർഷ എന്ന് പറഞ്ഞിട്ട് കഥകിനെ തട്ടി വിളിക്കുന്നൊക്കെ ഉണ്ട്. വാതിൽ തുറക്കുന്നില്ല എന്നുള്ള കാര്യം പറയണേ. അങ്ങനെയാണെങ്കിൽ നീ ശ്രുതിയുടെയും റൂമിൽ ചെന്നിട്ട് കഥക് മുട്ട്, എല്ലാം എന്റെ തഴയിലാന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെയും അതുപോലെ ശ്രുതിയെയും മാറി വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവരും വാതിൽ തുറക്കുന്നില്ല കേട്ടോ. ഇവരും വാതിൽ തുറക്കുന്നില്ലല്ലോ രവിയേട്ടാ. ഈ സമയത്ത് ചാവാൻ കിടക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടിയില്ലേലും കുഴപ്പമില്ല, പക്ഷെ ഈ സമയത്ത് വാതിൽ തുറക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ വലിയ കഷ്ടം തന്നെയാണ്. ഇനി ആ കഥകെങ്കിലും തുറക്കുമോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ഇനി ഈ മുറിയെങ്കിലും തുറക്കൂ എന്നുള്ള കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചിയും രേവതിയും കിടക്കുന്ന റൂമിന്റെ കഥകിന് മുട്ടാൻ വേണ്ടി ചെല്ലുമ്പോഴേക്കും നിക്ക്, സച്ചി ഇപ്പം ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് കിടന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ചെന്നും കണ്ട് മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഉറക്കം പോകുന്നുള്ള കാര്യം പറയുകയാണേ. അതിനിപ്പോൾ എന്ത് ചെയ്യാന്? എനിക്ക് ബാത്റൂം പോണ്ടേ? അതിന് ഒരു വഴിയുള്ളൂ, താഴെ ഒരു ബാത്റൂം ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തോളാൻ വേണ്ടി പറയുകയാണേ. അത് ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് എന്താ കുഴപ്പം, ഇപ്പം നീ പോയി ചെന്നിട്ട് യൂസ് ചെയ്യുന്നു പറയണേ. വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോയിട്ട് അവർ ഈ ബാത്റൂമിലൊക്കെ പോയി തിരിച്ചു വരുന്നുണ്ട്. ഹാവു, ഇപ്പോഴാണ് ഒരു സമാധാനമായത്. കുറച്ചു നേരത്തേക്ക് ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ഒരു അവസ്ഥ കണ്ടില്ലേ? ഒന്ന് ബാത്റൂം പോകണമെന്നുണ്ടെങ്കിൽ താഴെ ഇറങ്ങി കയറണം, വേറെ വഴിയില്ലല്ലോ എന്ന് രവി ചോദിക്കുന്ന സമയത്ത് ആര് പറഞ്ഞു? ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് സച്ചിയും രേവതിയും വേറെ താമസിപ്പിക്കുക എന്നുള്ള കാര്യം. അവർക്ക് വേണ്ടിയിട്ട് ഒരു വീട് കണ്ടെത്തിയിട്ട് അവരെ അങ്ങോട്ട് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റൂം പ്രശ്നവും അതുപോലെ ദിവസമുള്ള അടി ഒഴിഞ്ഞു കിട്ടും. അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങൾ എന്ത് തീരുമാനം എടുത്തു? ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. താഴെയുള്ള ആ ബാത്റൂമിന്റെ ബൾബ് ഫ്രണ്ടിലുള്ളത് മാറ്റണം. ഞാൻ അതല്ലല്ലോ ചോദിച്ചത്. സച്ചിയുടെയും രേവതിയുടെയും കാര്യത്തിൽ നിങ്ങൾ എന്ത് തീരുമാനം എടുത്തു എന്നാണ് ഞാൻ ചോദിച്ചത്. നീ പറഞ്ഞത് ശരി തന്നെയാണ് ചന്ദ്രേ, റൂമില്ലാത്തത് ഒരു കഷ്ടപ്പാട് തന്നെയാണ്. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. അതെ, ഇപ്പോഴാണ് നിങ്ങൾ ശരിക്കും നല്ല രീതിയിൽ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവർ രണ്ടുപേരെയും തനിയെ ഒരു വീടെടുത്ത് താമസിപ്പിച്ചാലോ? നീ ധൃതി കഴിക്കല്ലേ, ഞാൻ പറയുന്നത് കേക്ക്. അവരെന്തിനാ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത്? 3 റൂമിലും അവര് 3 പേരും തന്നെ നിൽക്കട്ടെ. നമുക്കാണല്ലോ റൂമില്ലാത്തത്, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോവാം. എന്ത്, നമ്മൾ പോണെന്നോ? അതെ ചന്ദ്രേ, നമുക്ക് പുറമെ ഒരു വീട് നോക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. അല്ലെങ്കിൽ ഇപ്പൊ റെന്റിന് കൊടുക്കുന്ന ആ വീടുണ്ടല്ലോ, അവരെ അവിടുന്ന് പറഞ്ഞുവിടാം. എന്നിട്ട് നമുക്ക് അവിടെ താമസിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ അത് ശരിയാവില്ല. അവിടുത്തെ റെന്റിനാണല്ലോ നമ്മളിവിടെ ജീവിച്ചു പോകുന്നത്, അതൊന്നും ശരിയാവില്ല. അങ്ങനെയാണെങ്കിൽ മറ്റൊരു വഴിയുണ്ട്. രാവിലെ തന്നെ നമുക്ക് അമ്മയുടെ വീട്ടിൽ പോയിട്ട് താമസിക്കാം. നിങ്ങളുടെ വീട്ടിലേക്കോ? അതെ, അമ്മയാണെങ്കിൽ എന്നും വിളിക്കുമ്പോൾ പറയുന്നുണ്ട് അവിടെ പോയിട്ട് നിൽക്കാം. അപ്പോൾ അമ്മയും ഭയങ്കരമായിട്ട് സന്തോഷപ്പെടും. എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കാനുണ്ട് ചന്ദ്ര ഇത് കേൾക്കുമ്പോൾ. നമ്മുടെ 3 മക്കളും ഈ വീട്ടിൽ സന്തോഷമായിട്ട് ഇരിക്കട്ടെ. അവരാരും ഈ വീട്ടിൽ വിട്ടിട്ട് വെളിയെ പോകേണ്ട കാര്യമില്ല. നിനക്ക് ഇവിടുന്ന് പോകണമെന്ന് അത്രയും നിർബന്ധമാണെങ്കിൽ നമ്മൾ പോകും, അല്ലാതെ മക്കൾ ഇവിടുന്ന് പോവില്ല. അതാണ് എന്റെ തീരുമാനം. അങ്ങനെ ചന്ദ്രമതിയെ ലോക്ക് ചെയ്യുന്നൊരു തീരുമാനമാണല്ലോ നമ്മുടെ രവീന്ദ്രന്റെ അടുത്തത്. ഇനിയിപ്പോ സച്ചിൻ രേവതി പുറത്താക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഉറപ്പായിട്ടും രവി ചന്ദ്രമതിയും കൂട്ടിയിട്ട് അവിടുന്ന് പോകുന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. അതുകൊണ്ട് ഇനി ആ പ്ലാൻ ചന്ദ്രമതിയിൽ നടക്കില്ല കേട്ടോ. തുടർന്ന് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ ബാമേന്റെ അരികിൽ എത്തിയിട്ടോ ചന്ദ്രമതി. എന്നിട്ട് പറയുന്നുണ്ട് 5000 രൂപ ശ്രുതി ചന്ദ്രമതിക്ക് പോക്കറ്റ് മണി ആയിട്ട് കൊടുത്ത ആ കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ ചർച്ച. ഇപ്പോ 5000 തന്നു, ഇനിയിപ്പോ
പാർലറിൽ ലാഭം വരുന്നതിനനുസരിച്ച് ഒരുപക്ഷെ അത് 10,000 20,000 അങ്ങനെയായി വരാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറയണേ. ഇത് കേട്ട ഉടനെ തന്നെ ഭാമ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് ട്രീറ്റ് തരണല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതിനെന്താ ഭാമേ, നമ്മൾ എല്ലാ പ്രാവശ്യം പോയിട്ട് ബിരിയാണി കഴിക്കുന്ന ആ കടയുണ്ടല്ലോ, നമുക്ക് അവിടെ പോയിട്ട് ബിരിയാണി കഴിക്കാം. അത് ശരിയാണ്. എന്തായാലും നിന്റെ മരുമകൾ പോക്കറ്റ് മണി തരാൻ വേണ്ടി തുടങ്ങിയ സ്ഥിതിക്ക് നമുക്കിനി ആഴ്ചയിൽ അവിടെ പോയിട്ട് ബിരിയാണി കഴിക്കാം. ഇതിനെല്ലാം നീ എന്നോടാണ് നന്ദി പറയേണ്ടതെന്ന് ഭാമ പറയണേ. എന്തിനെന്ന് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത്, ഞാൻ കാരണമല്ലേ ശ്രുതി നിന്റെ വീട്ടിലേക്ക് മരുമകളായിട്ട് വന്നത്, ഞാനല്ലേ അവളെ അങ്ങോട്ട് അയച്ചത്. ശ്രുതിയെ നിന്റെ വീട്ടിലേക്ക് മരുമകളായിട്ട് തന്നത് ഞാനാണ്. അതുകൊണ്ട് അതിന്റെ മുഴുവൻ ക്രെഡിറ്റും എനിക്ക് തന്നെ വേണം കേട്ടോ. നിന്റെ വീട്ടിലേക്ക് ശ്രുതി വന്നതും 5,000 രൂപ മാസം നിനക്ക് വരാൻ വേണ്ടി പോകുന്നതിനൊക്കെ കാരണം ഞാൻ തന്നെയാണ്. അത് നിനക്ക് ഒരിക്കലും മറക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ദൈവം ഓരോന്ന് നിശ്ചയിച്ചിരിക്കുന്നത് കണ്ടില്ലേ. ആദ്യം തന്നെ ശ്രുതി നിനക്ക് മസാജ് ചെയ്തിട്ട് നിന്റെ മനസ്സിൽ ഇടം പിടിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് തന്നെ അറിയാതെ ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി ഒന്നു ചേർന്നു. ഇതെല്ലാം ഞാൻ കാരണമല്ലേ നടന്നത്. ഇത് നീ ഒരിക്കലും മറക്കരുതെന്നൊക്കെ ചന്ദ്രമതിയുടെ അടുത്ത് ഭാമ പറയുന്ന സമയത്ത് ഞാൻ എങ്ങനെ മറക്കാനാണ്. അതുകൊണ്ടല്ലേ ശ്രുതി പണം തന്നത് സന്തോഷമായിട്ട് ഞാൻ നിന്റെ അടുത്ത് വന്ന് പറഞ്ഞത്. ഇത് എനിക്ക് ഫോണിലൂടെ നിന്നോട് പറഞ്ഞുകൂടായിരുന്നോ? പക്ഷെ ഞാൻ നേരിട്ട് വന്നത് എന്തിനാണ്? അതേസമയം ഭാമ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, എന്റെ മരുമകളെ മകനെയും കൂട്ടിയിട്ട് ഇവിടുന്ന് പോയി, അതേസമയം നിന്റെ മരുമകൾ വന്നിട്ട് പണം തരുന്നു എന്നുള്ള കാര്യം എന്റെ മുമ്പിൽ വന്നിട്ട് നീ വലിയ അഭിമാനത്തോടു കൂടി പറയാലടി എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണേ. അതേസമയം ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ എന്താ പറയുന്നത് എന്നുള്ള കാര്യം. ഒന്നുമില്ല, നീ പറ. ഇത് മനസ്സ് വിട്ട് നിന്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത്. മനസ്സിലായി, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം മധുരം കൂട്ടിയിട്ടിട്ട് ഉണ്ടാക്കിയതാണ്. നീ നന്നായിട്ട് കഴിക്കുന്നു പറയണേ. അവർ രണ്ടുപേരും കൂടി ഇത് ആഘോഷിക്കുന്ന പേരിൽ സ്വീറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്തായാലും ശ്രുതി ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ട് ആരംഭിച്ചതേ ഉള്ളൂ, ചെറുതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോഴേക്കും അവൾ എനിക്ക് 5,000 രൂപയൊക്കെ തരാൻ തുടങ്ങി. മലേഷ്യയിൽ നിന്ന് അവളുടെ അച്ഛൻ വന്നിട്ട് നമ്മുടെ ശ്രുതിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഒക്കെ വെച്ച് കൊടുത്താൽ അതിലൂടെ ശ്രുതിയും ഒരുപാട് സമ്പാദിക്കും. അപ്പോൾ അവര് എന്തോരം എനിക്ക് തരും എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ചു നോക്ക്. അതിനെ കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. ലക്ഷങ്ങൾ കോടികളൊക്കെ എന്റെ കയ്യിൽ വരും. അങ്ങനെ ഭയങ്കര ചിന്തയിലാണ് കേട്ടോ ചന്ദ്രമതി. അതേസമയം ഇങ്ങനെ കോടികളൊക്കെ ആഗ്രഹിച്ചിട്ട് അവസാനം നടുത്തെരുവിലേക്ക് ഇറങ്ങാണ്ടിരുന്നാൽ മതിയെന്ന് ഭാമ മനസ്സ് ചിന്തിക്കുന്നുണ്ട്. എന്റെ വീട്ടില് ശ്രുതിയെയും അതുപോലെ വർഷയും കുറിച്ച് ഓർത്താൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. അവര് നല്ല മരുമക്കളാണ്, നല്ല കഴിവുള്ളിടത്തുനിന്ന് വന്നതാണ്. എന്നാ നടുക്കുരുത്തിയുണ്ടല്ലോ ഒരു പ്രതിമ പോലെ, അവളെ കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് ആകെ കലി വരുന്നുണ്ട്. എന്താ കാര്യമെന്ന് ഭാമ ചോദിക്കുന്ന സമയത്ത് അവളെ എവിടുന്നാണാവോ എന്റെ ഭർത്താവ് പൊക്കിക്കൊണ്ടുവന്നെന്ന് അറിയില്ല. എന്തായാലും KSRTC ബസ്സിൽ അവര് നന്നായിട്ട് പണമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ആ ജോലി വിട്ട് പോന്നാലും ഈ രേവതി എന്ന് പറയുന്നവള് ഒരിക്കലും എന്റെ വീട്ടിലേക്ക് വരില്ലായിരുന്നു. അവളുടെ അച്ഛൻ KSRTC ബസ്സിന്റെ മുമ്പ് ചാടിയിട്ട് ചത്തു. അതുകൊണ്ട് വന്ന വിനയാണിതെല്ലാം. അതുകൊണ്ട് നീ പറഞ്ഞില്ലേ അവരെ വീട് വിട്ട് പുറത്താക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇന്നലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവൾക്ക് ഞാൻ നല്ല മുട്ടൻ പണികളാണ് കൊടുത്തോണ്ടിരുന്നത്. അവള് ജോലി സഹിക്കാൻ വയ്യാതെ വീട് വിട്ട് പോകുന്ന വിചാരിച്ചപ്പോ അവൾക്കൊരു കുഴപ്പമില്ല, അവൾ എല്ലാ ജോലിയും ചെയ്യുന്നു. പിന്നെ രേവതി മറ്റു 2 പെൺകുട്ടികളെ മാതിരി അച്ഛന്റെ പണത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചവളല്ല. ചെറുപ്പം മുതലേ സ്വന്തം കാലിൽ നിന്നവളാണ്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നത്, രണ്ടുപേരും എന്താ വാടകക്കാലിലാണോ നിന്നത്? നന്നായിട്ട് അധ്വാനിക്കുന്ന പെണ്ണ് എന്നുള്ള കാര്യം പറഞ്ഞു. അത്രേ ഉള്ളൂ. അവളൊക്കെ കൊണ്ടുപോയിട്ട് ജോലി കൊടുത്തിട്ട് അവളെ വരട്ടാൻ വേണ്ടി പറ്റുമോ? അതുകൊണ്ടാണ് എന്റെ രവിയേട്ടന്റെ അടുത്ത് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. അവര് രണ്ടുപേരെയും തനിയെ നിർത്താൻ വേണ്ടി പറഞ്ഞു. അവര് ആലോചിച്ചിട്ട് പറയാന്നുള്ള കാര്യം പറഞ്ഞു. എന്താ ആലോചിച്ചിട്ട് പറഞ്ഞോ എന്ന് ഭാമ ചോദിക്കുമ്പോ പറഞ്ഞു അവരെ ഒന്നും പുറത്താക്കാൻ വേണ്ടി പറ്റില്ല, നമുക്ക് വയസ്സായി, വേണമെങ്കിൽ നമുക്ക് എന്റെ നാട്ടിലേക്ക് പോവാന്നുള്ള കാര്യം പറഞ്ഞു. ഇത് കേൾക്കുമ്പോ ഭാമ ചിരിക്കുകയാണേ. ഭാമ ചിരിക്കുന്നത് കാണുമ്പോഴേക്കും എന്താ ഞാനെന്താ ഇവിടെ തമാശയാണോ പറഞ്ഞത്? നീ എന്താ ചിരിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. രവിയേട്ട എങ്ങനെ പറയുമെന്നുള്ള കാര്യം എനിക്ക് മുന്നേ അറിയായിരുന്നു. നിനക്കറിയുമെങ്കിൽ ആദ്യം നീ എന്റെ അടുത്ത് പറയണ്ടേ അവരുടെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കരുതെന്നും അവരെങ്ങനെയാ പറയാന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ കേൾക്കുമെന്ന് ചോദിക്കുകയാണേ ഭാമ. നിന്റെ വായ വെറുതെ ഇരിക്കോ? നീ കുറച്ചൊന്നും ആലോചിക്കണ്ടേ? എങ്ങനെയാ സച്ചിയെ വിട്ടിട്ട് രവിയേട്ടൻ നിൽക്കുക? 3 മക്കളില് സച്ചിനോടാണ് ഏറ്റവും കൂടുതൽ രവിയേട്ടന് ഇഷ്ടം. അത് നിനക്ക് തന്നെ അറിയില്ലേ? പിന്നെ എങ്ങനെ അവര് സച്ചിയെ തനിയെ നിർത്താൻ വേണ്ടി സമ്മതിക്കും? ഇപ്പോ അവരയച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? അവരായിട്ട് പോവാൻ വേണ്ടിയുള്ള പണി ഞാൻ ചെയ്യും. അതെങ്ങനെ നടക്കുന്നു ഭാമ ചോദിക്കുകയാണേ. അതൊക്കെ നടക്കും. സച്ചിയും രേവതിയും അവിടെ നിൽക്കാൻ വേണ്ടി പറ്റാതെ ഒരവസ്ഥ ആയിട്ട് അവരായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും രവിയേട്ടന് തടയാൻ വേണ്ടി പറ്റില്ലല്ലോ. സച്ചി പെട്ടെന്ന് തന്നെ അച്ഛനെ വിട്ടു പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? എവിടെ കൊടുത്താല് സച്ചിക്ക് കൊള്ളുന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അടുത്തത് ഞാൻ അതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. തുടർന്ന് നമ്മുടെ രേവതി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും എന്താ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞില്ലേ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട്
അങ്ങോട്ടേക്ക് ചന്ദ്രമതി വരുന്നുണ്ട് കേട്ടോ. വർഷയും ശ്രുതിയും ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും. എത്ര നേരമായി സാമ്പാർ ഉണ്ടാക്കിയില്ലേ, വട ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അതും ചെയ്തില്ല. പിന്നെ വർഷയാണെന്നുണ്ടെങ്കിൽ പുതിന ചട്നി ചോദിച്ചു, അത് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുകയാണേ. ആ സമയത്ത് രേവതി കൈ ഇങ്ങനെ കാണിച്ചിട്ട് എന്താ അമ്മ ഇത് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ഇത് വെറും കൈ, അപ്പം മറ്റേ കൈയും കൂടി കാണിക്കുന്നുണ്ട്. ഇതും വെറും കൈ തന്നെ. എനിക്ക് എന്താ കണ്ണ് കണ്ടൂടെ? അപ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ എനിക്ക് 2 കൈയേ ഉള്ളൂ എന്നുള്ള കാര്യം. എന്താടി നിനക്ക് കുറച്ച് കൂടുന്നുണ്ടല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നീ ഇങ്ങനെ എതിർത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഞാൻ ഭദ്രകാളിയെ പോലെ ആവുന്നുള്ള കാര്യം പറയണേ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മ ഇവിടെ ഇഡ്ലിക്ക് ആവി വരുന്നുണ്ട്, അമ്മ അവിടെ എങ്ങാനും പോയി നിൽക്ക്. എന്താ നീ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അമ്മയല്ലേ പറഞ്ഞ് ആടാൻ വേണ്ടി പോവാന്ന്. എടി നീ കുറച്ച് ഓവർ ആവുന്നുണ്ട് കേട്ടോ എടി, നിന്നെ ഞാൻ കാണിച്ചു തരാം, പെട്ടെന്ന് തന്നെ പറഞ്ഞ ജോലികളെല്ലാം ചെയ്തു തീർക്ക്. അപ്പോഴേക്കും ശ്രുതി വരുന്നുണ്ട് കേട്ടോ. ആന്റി എനിക്കൊന്ന് കുറച്ച് നേരത്തെ പോകണം, ടിഫിൻ റെഡിയാണോ? ആ റെഡിയാണ്, രേവതി എടുത്തിട്ട് വാ. ദാ വരാ അമ്മയെന്ന് പറയാണ് രേവതി. ശ്രുതി നിനക്ക് 6 ഇഡ്ഡലി പോരെ എന്നുള്ള കാര്യം ചോദിക്കും. എനിക്ക് ഇഡ്ഡലി വേണ്ട, 2 ദോശ ചുട്ട് തരുമോ രേവതി എന്നുള്ള കാര്യം ചോദിക്കണേ. അത് നമ്മുടെ സച്ചി അവിടുന്ന് കേൾക്കുന്നുണ്ടേ. ഇഡ്ഡലി നല്ല ചൂടായിട്ടുള്ളത് ഇപ്പൊ ഇറക്കി വെച്ചതേ ഉള്ളൂ, എനിക്ക് ഇഡ്ഡലി വേണ്ട, എനിക്ക് ദോശ ചുട്ടുതാ, എത്ര നേരമായി, നിനക്കും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചത്. അവള് ചോദിക്കുന്നത് നീ കേട്ടില്ലേ, അവൾക്ക് ടൈം ആവാറായി, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു പറയണേ ചന്ദ്രമതി. അങ്ങനെ രേവതി ദേഷ്യം പിടിച്ചിട്ടാണ് കേട്ടോ ഉള്ളിലേക്ക് കയറി പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ആപ്പിൾ കട്ട് ചെയ്ത് തരട്ടെ? വേണ്ട എന്നുള്ള കാര്യം പറയുമ്പോൾ ടിഫിൻ കഴിക്കുന്നതിന് മുമ്പ് ആപ്പിൾ കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഇത് വെട്ടിക്കൊടുക്കാൻ വേണ്ടി പോവാണേ. അപ്പോഴേക്കും നമ്മുടെ വർഷയാണെങ്കിൽ ഫോണിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് പോണ്ട സീരിയലിന്റെ ഡബിങ് ആണെന്നുണ്ടെങ്കിൽ ഇന്നാണോ ചെയ്യുന്നത് സാർ? ഇങ്ങനെ ആകെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കില്ല എന്നെ, ഞാൻ പുറത്തു പോകാൻ വേണ്ടി ഇരുന്നതാണ്. സീരിയലിന്റെ പേര് പറഞ്ഞിട്ട് ആ സീരിയലല്ലേ? ഇനിയും മരുമകളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക തന്നെയാണോ അമ്മായിമ്മ? ഇതിന് വേണ്ടിയിട്ട് സാർ ഇനിയും വന്നിട്ട് ഞാൻ കരയണോ? എന്താ സാർ കഥ മാറ്റാത്തത്? എനിക്ക് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന അമ്മായിമ്മമാരുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ അവരുടെ വായിൽ കോലുകുത്തി കയറ്റിയാനെ. ഇത് നമ്മുടെ ചന്ദ്രമതി കേൾക്കുന്നുണ്ട് കേട്ടോ. ഈ സൗണ്ട് നമ്മുടെ രേവതി വരെ കേൾക്കുന്നുണ്ട്. എന്നിട്ട് രേവതി അവിടുന്ന് ചിരിക്കുകയാണ്. സാർ കഥയൊക്കെ കുറച്ച് മാറ്റണം സാർ, വെക്ക് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ് കേട്ടോ വർഷം. അങ്ങനെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അല്ല മോളെ എന്താ അമ്മായിമ്മന്റെ വായിൽ കുത്തുന്നൊക്കെ പറയുന്നത്? അതൊരു സീരിയലാണ് ആന്റി, ശരിക്കും ഒരു ഇഡിയറ്റ് സ്റ്റോറി. ഒരു അമ്മായിയമ്മ മരുമകളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പെണ്ണും സൈലന്റ് ആയിട്ടിരിക്കും, എപ്പോഴും കരഞ്ഞോണ്ടിരിക്കും. ഇപ്പോഴത്തെ കാലത്തൊക്കെ അങ്ങനെയുണ്ടോ ആൾക്കാർ? ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ, TV സീരിയലൊക്കെ നന്നായിട്ട് എപ്പിസോഡുകൾ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കാണിക്കും. ഇപ്പോൾ ഞാനില്ലേ നിന്റെ അമ്മായിമ്മയായിട്ട്, നിന്റെ അടുത്ത് ഞാൻ ഫ്രണ്ടിനെ പോലെയല്ലേ നടക്കുന്നത്? എന്തായാലും നല്ല കാര്യം, ആന്റി ലക്കിയാണ്. ഈ സീരിയലിനെ പോലെ ആയിരുന്നു അമ്മായിമ്മ എങ്കിലുണ്ടല്ലോ ഞാനേ കത്തിയെടുത്ത് വായ തന്നെ കുത്തി കയറ്റിയെന്നുള്ള കാര്യം പറയണേ വർഷ. അത് കേൾക്കുമ്പോൾ ചന്ദ്രമതി ആകെ എന്തോ പോലെ ആവുന്നുണ്ടേ. എന്തായാലും ആന്റി എസ്കേപ്പ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ വർഷ. നീ വെറുതെ തമാശ പറയുന്നു. എന്തായാലും മോൾക്ക് ഇഡ്ഡലി എടുത്തിട്ട് വരാൻ വേണ്ടി പറയാം. രേവതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും എന്താ അമ്മ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് കയ്യിൽ കത്തിയായിട്ടാണ് കേട്ടോ. കാരണം രേവതി എന്തോ അരിഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് വിളിച്ചത്. അപ്പൊ കയ്യിൽ കത്തിയായിട്ടാണ് വരുന്നത്. അത് കാണുമ്പോൾ തന്നെ ചന്ദ്രമതി ആകെ പേടിക്കുന്നുണ്ട്. അങ്ങനെ രേവതി കത്തിയായിട്ട് വന്ന് നിൽക്കുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രമതി ആകെ ടെൻഷൻ അടിച്ചിട്ട് എന്തോ പോലെ ആവുന്നുണ്ട്. ടൈം ആവുന്നുണ്ട്, കുറച്ച് പെട്ടെന്ന് എടുത്തിട്ട് വരാൻ വേണ്ടി പറയാന്ന് ചന്ദ്രമതി ടോണൊക്കെ മാറ്റിയിട്ട് ഭയങ്കര പതിയെ പറയാണ് കേട്ടോ. ഈ ആപ്പിളും കൂടി കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വാ. ശരിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദേഷ്യഭാവത്തിൽ തന്നെയാണ് കേട്ടോ രേവതി ഉള്ളിലേക്ക് കയറി പോകുന്നത്. തുടർന്ന് നമ്മുടെ വർഷ പറയുന്നുണ്ട്, ആന്റി എനിക്ക് ഇഡ്ഡലി വേണ്ട, എന്നാ ദോശ എടുക്കട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേണ്ട ആന്റി, ഹെവി ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരും, അവിടെ സീരിയലിൽ പോയിട്ട് എനിക്ക് ഉറങ്ങണം, ഞാനൊരു ഓംപ്ലേറ്റ് മാത്രം കഴിച്ചോളാം. രേവതി ചേച്ചി എനിക്ക് സ്റ്റൈലായിട്ട് ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കി തരുമോ ചേച്ചിയുടെ? അപ്പോഴേക്കും ചിത്രപതി പറയുന്നുണ്ട് 2 മുട്ട ഉണ്ടാക്കുക എന്നുള്ള കാര്യം കേട്ടോ. അങ്ങനെ രേവതി പുറത്തേക്ക് വന്നിട്ട് അപ്പൊ അമ്മേ ദോശ അതും ചെയ്യേ. തുടർന്ന് രേവതി വർഷയുടെ അടുത്ത് പറയുന്നുണ്ട്, വെറും വയറ്റിൽ ഓംപ്ലേറ്റ് കഴിക്കണ്ട, 2 ഇഡ്ഡലി കഴിച്ചോ, അപ്പോഴേക്കും ഞാൻ ഓംപ്ലേറ്റ് ഉണ്ടാക്കി തരാമെന്ന്. അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി അങ്ങ് കലിതുള്ളാണ് കേട്ടോ. അതല്ലേ നിന്റെ അടുത്ത് പറഞ്ഞത് അവൾക്ക് വേഗം പോകണോ എന്നുള്ള കാര്യം? നിന്നെ പോലെ എന്താ ഇവിടെ വെറുതെ ഇരിക്കുകയാണോ? ഇവിടെ വെറുതെ ഇരുന്ന് കിടന്നുറങ്ങുമൊന്നുമില്ലല്ലോ, അവൾക്ക് ജോലിക്ക് പോകണ്ടേ, കിടന്നുറങ്ങാനുള്ളതല്ലോ. പെട്ടെന്ന് തന്നെ ഓംപ്ലേറ്റ് ഉണ്ടാക്കുക. അപ്പൊ നമ്മുടെ സച്ചിയുടെ അറൈവലാണ് കേട്ടോ. രേവതി എന്ന് വിളിച്ചങ്ങോട്ട് വരുമ്പോഴേക്കും വാ സച്ചിയുടെ ഇഡ്ഡലി എടുത്ത് വെക്കട്ടെ? വേണ്ട വേണ്ട, നീ ദോശ ഉണ്ടാക്കുക എന്നുള്ള കാര്യം പറയുമ്പോ അല്ല സച്ചിയേട്ടാ ഇപ്പൊ ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. ആ എനിക്കിത് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം, ഞാൻ ഉണ്ടാക്കാം. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, അത് ശരിയാണ്, ഇവന് ദിവസം ഓംപ്ലേറ്റ് കഴിച്ചിട്ടൊക്കെ ശീലമായല്ലോ. ആ അതെ അതെ, ഇപ്പൊ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ അതല്ലേ പറഞ്ഞത് 2 ഓംപ്ലേറ്റ് ഉണ്ടാക്കണോ, മുട്ട എടുത്തിട്ട് ഇടണോ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കണേ. അതേ എന്ന് ചന്ദ്രമതിയും പറയാണ്. എത്ര എണ്ണം വേണമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി നിനക്കും കൂടി ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറയാം, 2 ഉണ്ടാക്കുന്ന ചന്ദ്രമതി പറയണേ.
ആടാ 2 മുട്ട ഇടുന്നുള്ള കാര്യം പറയാണേ. അപ്പൊ ആദ്യം ഒരു മുട്ട താഴേക്ക് അങ്ങിട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ. ഡാ നീ എന്താടാ ചെയ്യുന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും നിക്ക് ഒന്നല്ലേ ഇട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അടുത്തത് ഇടുകയാണേ. ഡാ നിർത്തട എന്നുള്ള കാര്യം പറയുമ്പോ നിങ്ങളല്ലേ പറഞ്ഞ 2 മുട്ട ഇടാൻ വേണ്ടിട്ട് എന്താ ഇട്ടല്ലോ, 2 പേരെടുത്തും കഴിക്കാൻ വേണ്ടി പറ. അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട് എന്താ സച്ചിയേട്ട ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യം, അവരല്ലേ മുട്ട ഇടാൻ വേണ്ടി പറഞ്ഞത്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങനെ ചെയ്യുന്ന സച്ചി, തറയിലിട്ട് ഉടച്ചു വെച്ചിരിക്കുന്നു. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ഭയങ്കര ബാഡ് സ്മെല്ല് വരുന്നുണ്ട്. മുട്ടയുടെ സ്മെല്ലാണ്ട് പിന്നെ വേറെ എന്ത് സ്മെല്ലാ വരിക, നിങ്ങൾക്ക് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഇല്ലേ. കോമൺ സെൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടതാണ്, എനിക്കുണ്ട്, നിങ്ങൾക്കും ഇല്ലേ. ഇതെന്താ ഹോട്ടലാണോ, നീ എന്താ ഓംലേറ്റ് ചോദിക്കുന്നത്, എന്താ ഈ പൗഡർ എടുത്തേക്ക് എന്താ ദോശ ചോദിക്കുന്നത്, എന്താ ആളാള് ഇട്ടിട്ട് ഓർഡർ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇവളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, എന്താടാ ഇപ്പൊ അവൾക്ക് ചെയ്തു കൊടുത്താല് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെടുത്ത് ഉണ്ടാക്കി കഴിച്ചോളാൻ വേണ്ടി പറ, ഇല്ലെങ്കിൽ ചന്ദ്രമതിയുടെ അടുത്ത് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറയണേ. അതും പോരെങ്കിൽ അവൾ എന്താണോ ഉണ്ടാക്കുന്നത് അത് കഴിച്ചോളണം. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് മതി, ചോദിച്ചത് എന്റെ തെറ്റാണ് ആന്റി, ഞാൻ പുറത്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോവാണ്. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ചേച്ചിയുടെ ഓംലേറ്റ് നല്ല ടേസ്റ്റ് ആണ്, അത് ഉണ്ടാക്കി കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചത്. എന്തായാലും നിങ്ങളുടെ ഹസ്ബൻഡ് കുറച്ച് ഓവർ ആവുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വർഷ അവിടുന്ന് പോവാണ്. ഇപ്പൊ നിനക്ക് സമാധാനമായോ സന്തോഷമായോ അവർ 2 പേരും ഭക്ഷണം കഴിക്കാണ്ട് പോയപ്പോ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോൾ ഒരു ദിവസം കഴിച്ചില്ല എന്ന് വെച്ചിട്ട് ഒന്നും വരാൻ വേണ്ടി പോകുന്നില്ല. ഇത് നോക്ക് രേവതി, ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് നീ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നിന്നെ ഹോട്ടൽ ബാരിയർ ആയിട്ട് മാറ്റും. എനിക്കൊന്നും കഴിക്കാൻ വേണ്ട, പിന്നെ നീ അധികമായിട്ട് ജോലി ചെയ്തിട്ട് കൈകാലി വേദനിക്കുന്നു എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് ഞാൻ തന്നെ നിന്നെ തിരുമ്പി വിടണം എന്നൊക്കെ പറയുമ്പോഴേക്കും മതി സച്ചിയേട്ടൻ പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി പോകുമ്പോഴേക്കും എടി അവൻ എന്ത് പണിയാണ് ചെയ്തിട്ട് പോകുന്നത്, അത് അമ്മ അവരുടെ അടുത്ത് ചോദിക്കേണ്ടതല്ലേ. ചുമ്മാ വീട്ടിലിരിക്കുന്നവരുടെ അടുത്ത് ജോലി പറഞ്ഞെന്ന് കരുതിയിട്ട് അത് അവന് തെറ്റായിട്ടാണ് തോന്നുന്നത്. കണ്ടില്ലേ അവർ 2 പേരും ഭക്ഷണം കഴിക്കാണ്ട് പോയത്. ഇങ്ങോട്ട് നോക്ക്, അവർ വരുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്തു വെച്ചിരിക്കണം. ആദ്യം നീ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് കടയിൽ പോയിട്ട് വാ എന്നുള്ള കാര്യം പറയുമ്പോൾ എന്തിനെന്ന് ചോദിക്കുകയാണേ. പുറത്ത് പോയിട്ട് ചിക്കനും മീനും എല്ലാം മേടിച്ചിട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആർക്കൊക്കെ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത് ഞാൻ പറയും, അതുപോലെ ചെയ്യാൻ വേണ്ടി പറയാണ് ചന്ദ്രമതി. അങ്ങനെ ആ ഉടച്ചെടുക്കുന്ന മുട്ട കണ്ടിട്ട് രേവതി പറയുന്നുണ്ട് കേട്ടോ, ഇവരെന്നോടുള്ള സ്നേഹം കാണിച്ചിട്ട് വീണ്ടും എനിക്ക് പണിയാക്കി തന്നു പോയിരിക്കുന്നു.